മകളുടെ ഭർത്താവാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ബാലന്മാരിൽ കൊച്ചുപ്രായമുള്ള ആളുകളിൽ ആദ്യത്തേവർ അലി തങ്ങളാണ്. 4ാമത്തെ ഖലീഫയാണ്. ഇൽമിൻ്റെ മഹാഗോപുരമായിരുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ധീരനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അവർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ആളാണ് അലി റളിയല്ലാഹു അൻഹുവിനെ ദാരുണമായി കൊല ചെയ്തത്. 4 ഖുലഫാഇൻ്റെ ചരിത്രമെടുത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാത്രമാണ് സ്വാഭാവിക മരണം എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ, അസുഖം ബാധിച്ച് മരിക്കുന്നത്. ബാക്കി ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാണ്, അലിയാർ തങ്ങളും ഷഹീദാണ്. ഉഹദ് മലയുടെ മുകളിൽ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ തങ്ങളോടൊപ്പം, സിദ്ദീഖ് എന്നവരോടൊപ്പം, ഉസ്മാൻ എന്നവരോടൊപ്പം മലമുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മലയാണ് ഉഹദ്. ഉഹദുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു, ഉഹദിന് നമ്മളോട് ഇഷ്ടമാണ്, നമുക്ക് ഉഹദിനോട് ഇഷ്ടമാണ് എന്നൊക്കെ ഹദീത്തിൽ കാണാൻ കഴിയും. നമ്മൾ വിചാരിക്കും ജീവനില്ലാത്ത ഒരു പർവ്വതം, ഒരു മല ഇഷ്ടപ്പെടേ? ഉഹദ് വിശ്വാസികളെ ഇഷ്ടപ്പെടുന്ന ഒരു പർവ്വതമാണ്. മലകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് എന്ന് ഹദീത്തിൽ വന്നിട്ടുണ്ട്. പർവ്വതങ്ങൾ, പ്രത്യേകിച്ച് ചുരങ്ങളൊക്കെ ഉള്ള ആളുകൾ നടന്നു പോകുന്ന വഴികളുള്ള പർവ്വതങ്ങൾ അടുത്ത പർവ്വതത്തോട് വിളിച്ചു ചോദിക്കുന്ന ഹൽ മർറ ബിക റജുലുൻ സ്വാലിഹ്, ഇന്ന് ഏതെങ്കിലും നല്ല മനുഷ്യൻ നിന്നിലൂടെ കടന്നു പോയിട്ടുണ്ടോ? അപ്പോൾ പോയാളെ പേരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അടുത്ത മല, എൻ്റെ അടുത്ത് ഇന്ന ആളിതിലെ കടന്നു പോയിട്ടോ, ഇന്നൊരു ആലിം ഇതിലെ കടന്നു പോയിട്ടുണ്ട്, ഇന്നൊരു നല്ല മനുഷ്യൻ കടന്നു പോയിട്ടുണ്ട് എന്ന് പർവ്വതങ്ങൾ പറയുമെന്ന് ഹദീസിലുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ ഉഹദ് മലയുടെ മുകളിലാണ്. പെട്ടെന്ന് ഉഹദ് മലക്കൊരു ചെറിയ വിറയലുണ്ടായത് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ നബി തങ്ങൾ കാലുകൊണ്ട് ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്തിട്ട് കാലൊന്ന് കൊത്തിവെച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ അടങ്ങി നിൽക്ക്, ഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദാൻ, നിന്റെ മേലെ നിൽക്കുന്നത് നബിയാണ്, നബിയോട് കൂടെയുള്ളത് സുദ്ദീഖ് എന്നവരാണ്, പിന്നെ 2 ഷഹീദുമാരാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ സുദ്ദീഖ് തങ്ങൾ കൂടെ ഉണ്ട്, പിന്നെ 2 ഷഹീദ് ഉമർ തങ്ങൾ, ഉസ്മാൻ എന്നവരാണ് അപ്പോൾ കൂടെ ഉള്ളത്. അവർ 2 പേരും ഷഹീദായിട്ടായിരിക്കും മരിക്കുക എന്ന് ആരറിഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ ഒരുപാട് തങ്ങളുടെ കൂടെ ജീവിച്ചവരല്ലേ, ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹത്തുക്കളല്ലേ, സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പ് നബി തങ്ങൾ കൊടുത്ത ആളുകളാണ്. പക്ഷെ അവർക്ക് മരണം സംഭവിക്കുന്നത് ശത്രുക്കൾ വന്ന് കൊല ചെയ്തുകൊണ്ടാണ്. അതിലൊന്നൊരു പ്രശ്നമില്ല. മുഅ്മിനായ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്ത് ബർദൻ വ സലാമൻ, തണുപ്പും രക്ഷയുമാക്കി മാറ്റിക്കൊടുക്കുന്ന പോലെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അലി റളിയല്ലാഹു അൻഹുവിനെ അറിയാമായിരുന്നു അത്രേ അലി തങ്ങളെ ആരാണ് കൊല്ലുന്നത്, അലി തങ്ങൾ ഷഹീദാവുകയാണ് ഉണ്ടാവുക, ഒരാൾ വന്ന് കൊല ചെയ്യുകയാണ് ചെയ്യുക എന്ന് അലി തങ്ങൾക്ക് അറിയാമായിരുന്നു. ഒരുപാട് റിവായത്തുകളിൽ കാണാൻ കഴിയും. മഹാനോട് പറഞ്ഞു, എന്നെ ഒരാൾ വന്ന് കൊല്ലും, ആ കൊല്ലുന്ന ആൾ ആരാണെന്നും എനിക്കറിയാം, പേരറിയാം. അവർ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ അലാ തുഖ്ബിറുനാ മൻ സയഖ്തുലുക ഫനഖ്തുലഹ്, അമീറുൽ മുഅ്മിനീനെ നിങ്ങളെ ആരാണ് കൊല ചെയ്യുന്നത് എന്ന് പറഞ്ഞൂടെ, എന്നാ ഞങ്ങൾ പോയി അയാളെ കൊല്ലും എന്ന് അനുയായികൾ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു വലിയ ഹിക്മത്തുള്ള മഹാനാണ്. മഹാന്റെ മറുപടി, ഇദൻ തഖ്തുലൂന ഗൈറ ഖാതിലി, അങ്ങനെ നിങ്ങൾ കൊല്ലാൻ പുറപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൊല്ലുന്ന ആള് എന്നെ കൊല്ലുന്ന ആളായിരിക്കില്ല. പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. എന്നെ കൊല്ലുന്ന ആളാൾ എന്നെ കൊല്ലുമെന്ന് അള്ളാഹുവിന്റെ ഖദാ ആണ്. നിങ്ങൾ വേറെ ആരെയും പോയി കൊന്നിട്ട് എന്താ കാര്യം? എന്നെ കൊല്ലുന്ന ആളെങ്കിൽ കൊല്ലാൻ കിട്ടൂലല്ലോ. ഇദൻ തഖ്തുലൂന ഗൈറ ഖാതിലി, ഒരു അർത്ഥമുള്ള മറുപടിയാണത്. അപ്പോൾ അവർ വിചാരിച്ചു ഇനി ശരിയാണ്, ആരെയും പോയി കൊന്നിട്ട് കാര്യമുണ്ടോ? അലി റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചു വെച്ചത്, അള്ളാഹുവിൻ്റെ ഒരു മുബറമായ ഖളാ നമ്മിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഖളാഇനെ തട്ടിമാറ്റാൻ ലാ റാദ്ദ ലി ഖളാഇഹി, അള്ളാഹുവിൻ്റെ ഖളാഇനെ തട്ടിമാറ്റാൻ ആരെക്കൊണ്ടും കഴിയില്ല. ഇത് നമ്മുടെ അഖീദയാണ്.
ഈ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഖദർ ഖലാഇൽ വിശ്വസിക്കുക എന്ന ഈമാൻ കാര്യത്തിലെ 6ാമത്തെ റുക്ന് പൂർത്തിയാകുന്നത്. ഈ വിശ്വാസം ഖൽബിലേക്ക് കയറുമ്പോഴാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, നമ്മൾ ചെയ്യുന്നത്, നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്നതുണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് അഫ്ആലുകളെ, കർമ്മങ്ങളെ മഹാന്മാർ വേർതിരിക്കുക. ഇതിൽ നമ്മുടെ ദേഹത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കിഡ്നി എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ അബ്ഡോമൻ ബ്ലാഡറുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ്, ഇതൊന്നും നമ്മളാർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. അത് അല്ലാഹു തന്നതാണ്. അതിനെക്കുറിച്ച് ചോദ്യമില്ല. ഒരാളോട് നിന്റെ ഹൈറ്റ് എന്തേ ഇങ്ങനെയായത്, നിന്റെ രൂപം എന്തേ ഇങ്ങനെയായത്, അങ്ങനെയൊന്നും ഹിസാബില്ല. എന്തേ? അത് അള്ളാഹുവിൻ്റെ മഖ്ദൂറായ പടച്ചതമ്പുരാൻ നിശ്ചയിച്ചു വെച്ചൊരു കാര്യം. നമുക്കൊന്നും ഇതിൽ ചെയ്യാൻ പറ്റൂല. മറ്റൊന്ന്, നമുക്ക് മീതെ സംഭവിക്കുന്നത്, റോഡരികിൽ റോഡിന് വലതുവശം ചേർന്ന് നടക്കുക എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? ഇങ്ങനെ ഓരം ചേർന്ന് നടക്കുന്നൊരു സാധു മനുഷ്യൻ്റെ ദേഹത്തൊരു ബൈക്ക് വന്ന് തട്ടുന്നു, ഒരു വണ്ടി തട്ടിപ്പോകുന്നു. ആ മനുഷ്യൻ്റെ മേൽ സംഭവിച്ചത്, അയാൾ ചെയ്തതാണോ? അത് അല്ല, അയാൾ നല്ല നിലക്ക് പോവാണ്. ഇതും അള്ളാഹുവിൻ്റെ ഖളാ ആണ്. പനി വന്നു, അസുഖം വന്നു, ആക്സിഡൻ്റായിപ്പോയി. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കരുതിക്കൂട്ടി ചെയ്യാത്തതിന് ആക്സിഡൻ്റ് എന്ന് പറയാം. ഒരാൾ കരുതിക്കൂട്ടി ആക്സിഡൻ്റ് ആക്കിയെന്ന് പറയാൻ പാടില്ല. അതിന് ആക്സിഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് മനഃപൂർവ്വം ചെയ്തു കൂട്ടുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. അതിനെ സംബന്ധിച്ച് ഹിസാബുണ്ട്. 3ാമത്തെ വിഷയം പറഞ്ഞ് നമ്മളിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങൾ, നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എഴുതുന്നത്, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്, നമ്മൾ ലൈക്ക് ചെയ്യുന്നത്, ഡിസ്ലൈക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ അമലുകളാണ്. ഇതിനെക്കുറിച്ച് ഹിസാബുണ്ടാവും, ചോദ്യം ഉണ്ടാവും. അള്ളാഹുവിൻ്റെ ഖളാഇനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവെ നിന്റെ പ്രപഞ്ചത്തിൽ ഒന്നും ഒരു റാൻഡം പ്രോസസ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ല അള്ളാഹുവിൻ്റെ കണക്കിൽ. വെറുതെ അങ്ങനെ സംഭവിക്കും. ഇവിടെ ഒരു കാറ്റിങ്ങനെ അടിക്കുന്നു, ഒരു പക്ഷി ഇതിലെ ഓടുന്നു, ഒരു മല, ഒരു പർവ്വതം ഇടിഞ്ഞു പൊളിയുന്നു, അല്ലെങ്കിൽ പുഴ കരകവിഞ്ഞൊഴുകുന്നു, അവിടെ വെള്ളപ്പൊക്കമുണ്ടാകുന്നു, അല്ലെങ്കിൽ മഴ പെയ്യുന്നു. എന്ത് സംഭവിച്ചാലും അള്ളാഹുവിൻ്റെ അറിവോടുകൂടെയല്ലാതെ ഒരു വൃക്ഷത്തിൻ്റെ ഇല പോലും വീഴുന്നില്ലെന്ന് വിശുദ്ധ ഖുർആൻ. മാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. നമ്മുടെ വീട്ടുമുറ്റത്തെ, നമ്മുടെ ഒരു 5 സെന്റ് ഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഇല എത്രയാണ് ഒരു ദിവസം പൊഴിഞ്ഞു വീഴുന്നത് എന്ന് കണക്ക് നമുക്കറിയില്ല. ലോകത്തെ വലിയ കാടാണ് ആമസോൺ കാട് എന്ന് പറഞ്ഞു. ആമസോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓൺലൈൻ ബിസിനസ്സേ അറിയുള്ളൂ. വലിയൊരു ലോകത്തെ ഇപ്പോഴും മനുഷ്യനും ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത വലിയൊരു കാടിൻ്റെ പേരാണ് ആമസോൺ. ആമസോൺ കാടുകൾ എത്ര മരമുണ്ടെന്ന് പോലും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കമ്പട്ട കണക്ക് പറയുന്നു മാത്രം. അവിടെയൊക്കെ എത്ര ഇലകളുണ്ട്. നമ്മുടെ നിലമ്പൂർ കാട്, സത്യമംഗലം കാട്, ഇനി ഈ ഭാഗത്തൊക്കെ ഉള്ള മലകൾ, ഇവിടെയൊക്കെ എത്രയായിരം കോടി വൃക്ഷങ്ങളുണ്ട് അള്ളാഹുവിന്. ഇതിലൊക്കെ പൊഴിയുന്ന ഇലയുടെ കണക്ക് അള്ളാഹിൻ്റെ അടുത്തുണ്ട് എന്ന് അള്ളാഹു ജല്ല ജലാലു. അള്ളാഹ്ക്കതറിയാം. നമുക്കിപ്പോൾ ആർക്കും കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളതിൻ്റെ പിന്നാലെ പോകുന്നില്ല. റബ്ബിനതറിയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഒരു സംഗതിയും അള്ളാഹുവിൻ്റെ അറിവോടെയല്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അതാർക്കും തിരുത്താൻ കഴിയാത്തതാണ്. അള്ളാഹുവിൻ്റെ ചില ഖളാഉകൾ, ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന അമലിനെ കുറിച്ചല്ല. നമ്മൾ ചെയ്യുന്ന അമല് ഇഖ്തിയാർ കൊണ്ട് അള്ളാഹു നമുക്ക് നന്മ തിന്മകളെ വേർതിരിക്കാനുള്ള കഴിവ് തന്നതിൻ്റെ പേരിൽ നമ്മൾ ചിന്തിച്ചാലോചിച്ച് ബോധ്യത്തോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നുകിൽ അതിന് ഹസനാത്ത് അള്ളാഹു നൽകും, അല്ലെങ്കിൽ അതിന് ഇഖാബ് തരും, അള്ളാഹു ശിക്ഷ തരും. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ചില മുബറമായ ഖളാഉകളെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, ഇദൻ തഖ്തുലൂന ഗൈറ ഖാതിലി, നിങ്ങൾ കൊല്ലുന്നത് എൻ്റെ കൊലപാതകിയായ, എൻ്റെ മർഡറർ, എന്നെ ആരാണോ കൊല്ലാൻ വരുന്നത് അയാളെ ആയിരിക്കില്ലല്ലോ നിങ്ങൾ കൊല്ലുന്നത്. എന്നെ ഒരാൾ വധിക്കും, ആ ആള് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ദുഷ്ടനാണ്. അള്ളാഹുവിൻ്റെ ഖളായിൽ അതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ പിന്നീട് ചരിത്രം അറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ആ മനുഷ്യനാണ് എന്നെ കൊല്ലുന്നത്.
ആ മനുഷ്യനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയില്ല. കാരണം അയാൾ എന്നെ കൊല്ലേണ്ട ആളാണ്. അള്ളാഹുവിൻ്റെ ഖളാ അങ്ങനെയാണ്. അത് അലി തങ്ങൾക്ക് അള്ളാഹു ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്തൊരു വിഷയം എന്ന് പറയാം. ഇബ്നു സ്വയ്യാദ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയുണ്ട് ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇബ്നു സ്വയ്യാദ് എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ച് ആളുകൾ വെറുതെ പറഞ്ഞു ഇതാ മസീഹുദ് ദജ്ജാലാണ്, ഈ കുട്ടി മസീഹുദ് ദജ്ജാലാണ് എന്ന് പറഞ്ഞു. ആളുകൾ ഒരു റൂമറങ്ങ് പറഞ്ഞുണ്ടാക്കിയാൽ പിന്നെ അത് തിരുത്തണല്ലോ. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ ഫുത്തിനന്നാസ്, ജനങ്ങൾ മുഴുവനും ഫിത്നയിലാണ് നബിയേ. നബിയെ ഇബ്നു സ്വയ്യാദ് ദജ്ജാലാണെന്ന് ആളുകൾ പറയുന്നു. ആ കുട്ടി എന്തോ ആ കുട്ടി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടെന്നും ഭാവി പ്രവചിക്കുന്നുവെന്നും ആളുകളുടെ മനസ്സ് നോക്കി പറയുന്നുവെന്നും ഒക്കെ ആളുകൾ പറഞ്ഞ് ഇത് മസീഹുദ് ദജ്ജാലാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ഈ കുട്ടിയെക്കുറിച്ച്. തആലിയ ഉമറെ, നിങ്ങൾ എൻ്റെ കൂടെ വരെ, നമുക്ക് പോകാം. ഉമർ നിങ്ങളോട് എത്തുമ്പോഴേ പറഞ്ഞു, പൊന്നാര നബിയെ, ഈ കുട്ടിയെ ഞാനങ്ങ് കൊന്നുകളഞ്ഞാലോ വലിയ ഫിത്ന ഒഴിവാവൂലേ എന്ന് ചോദിച്ചു. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ കുട്ടി അവിടുത്തെ ഒരു ഈത്തപ്പന തോട്ടത്തിന്റെ ഇടയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി ഞങ്ങളെ കുട്ടിയെ വിളിച്ചു, അരികത്തേക്ക് വാന്ന് പറഞ്ഞു. ആ കുട്ടിയോട് നബി ഞങ്ങൾ ചോദിച്ചു, അതുഅ്മിനു അന്നി റസൂലുള്ളാഹ്, ഞാൻ റസൂലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതുഅ്മിനു അന്നി റസൂലുള്ളാഹ്. അപ്പൊ കുട്ടി പറഞ്ഞു അതെ. അപ്പൊ കുട്ടി ഇങ്ങോട്ട് നബിയോട്, അതുഅ്മിനു അന്നി റസൂലു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നബി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നബി നിങ്ങൾ പറഞ്ഞു, ആമൻതു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെ സത്യസന്ധരായ അമ്പിയാക്കന്മാരിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ നീ അതിൽപ്പെട്ട ആളല്ല എന്നർത്ഥം. പക്ഷെ മുഖത്ത് നോക്കി അടിച്ച് നബി നിങ്ങൾ പറഞ്ഞില്ല. അതൊരു ഹിക്മത്താണ്. ഉമർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, ഉമറെ, ഈ കുട്ടിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പോവാണ്. ഈ കുട്ടിക്ക് എന്തോ ഭാവിയൊക്കെ പറയാൻ കഴിയുമെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്, ആളുകൾ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം, ഞാൻ കാണിച്ചു തരാം. ഇന്നി ഖബ്ബഅതു ലക ഖബീഅൻ, മോനെ, ഞാൻ ഒരു സ്വകാര്യം എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് കുട്ടി എന്നോട് പറഞ്ഞു തരണം. ഉമർ തങ്ങളോട് നബി നിങ്ങൾ പറഞ്ഞു, ഉമറെ, ഞാൻ എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോഴല്ലേ ഇത് അറിയുള്ളൂ കുട്ടി പറയുന്നുണ്ടോ ഇല്ലേ എന്ന്. യൗമ തഅതി സ്സമാഉ ബിദുഖാനിൻ മുബീൻ, ഈ ആയത്താ നബി ഞങ്ങൾ ഖൽബിൽ നിയത്ത് ചെയ്തത്. കുട്ടിയോട് പറഞ്ഞു, മോനെ, മനസ്സൊക്കെ വായിക്കാൻ കഴിയുന്നാണല്ലോ നിന്നെപ്പറ്റി പറയുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച ഒളിപ്പിച്ചു വെച്ചത് എന്താണെന്ന് മോൻ പറയേ. അപ്പൊ കുട്ടി ഇങ്ങനെ ആലോചിച്ചു കുറെ നേരം. ഖാല അദ്ദുഖ്, നിങ്ങൾ ദുഖ് എന്നല്ലേ മനസ്സിൽ കണ്ടത് എന്ന് ചോദിച്ചു. ദുഖ് എന്ന് പറഞ്ഞാൽ ദുഖാൻ എന്നതിൻ്റെ ഒരു വേറെ അറബി വാക്കാണ് ദുഖ്. ദുഖാൻ എന്ന് പറഞ്ഞാൽ പുക. ആകാശലോകത്ത് വലിയ പുകപടലങ്ങൾ ഉണ്ടാകുന്ന ദിവസം എന്നാണ് ആയത്തിന്റെ അർത്ഥം, സൂറത്ത് ദുഖാനിലെ ആയത്ത്. അപ്പൊ ദുഖാനെന്ന് കിട്ടിയില്ല കുട്ടിക്ക്. എന്ത് കിട്ടി? അതിന്റെ ഒരു മുത്തറാദിഫായൊരു വേറൊരു വാക്ക് കിട്ടി, ദുഖ്. ദുഖ് എന്ന് ഇപ്പോഴും ഈ സ്മോക്കിങ്ങിന്റെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിന്റെ മുമ്പിലൊക്കെ ദുഖ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദുഖാൻ, പുകപ്പിക്കുന്ന സാധനം എന്നതിനർത്ഥം. നബി തങ്ങൾ മനസ്സിൽ വെച്ചതോ യൗമ തഅതി സ്സമാഉ ബിദുഖാനിൻ മുബീൻ, 5 കലിമത്തുകളാണ്. കുട്ടിക്ക് ഒന്ന് കിട്ടിയില്ല, ആ കിട്ടിയത് തന്നെ കറക്റ്റ് അല്ല, അതിൻ്റെ മറ്റൊരു വാക്ക്. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഉമറെ, ഇപ്പൊ കണ്ടില്ലേ, ഈ കുട്ടിക്ക് അതിൻ്റെ കഴിവൊന്നുമില്ല. ഇത് മസീഹുദ് ദജ്ജാലൊന്നും അല്ല. മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞ റജുലുൻ ഖതതുൻ അഅ്വറു അഇനിൽ യുംന, അതൊരു ഭയങ്കര മനുഷ്യനാണ്, ഭീമാകാരനായൊരു ഒരു മനുഷ്യനാണ്. മുടിയൊക്കെ ചുരുണ്ട് പിടിച്ച് ജട പിടിച്ച, വലത്തെ കണ്ണ് ഇല്ലാത്ത, അടുത്ത ഇടത്തെ കണ്ണാണെങ്കിലോ കൈനബിൻ സാഫിയ, ഒരു മുന്തിരി ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ കണ്ണിങ്ങനെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതൊന്നും അല്ലല്ലോ ഈ കുട്ടി. ഇതൊരു കുട്ടിയല്ലേ. ഈ കുട്ടി പിന്നെ മുസ്ലിമായി എന്നും യമാമയിലെ യുദ്ധത്തിൽ ഷഹീദായി മാറിയെന്നും എന്നൊക്കെയാണ് ചരിത്രം കേട്ടോ, അത് വേറെ വാക്കാം. പക്ഷേ ഈ ചെറുപ്പത്തിൽ ഈ കുട്ടിയെപ്പറ്റി ഇങ്ങനൊരു ഒരു വിവാദമുണ്ടായിരുന്നു, ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഒരു കാര്യം പെട്ടെന്ന് തീരുമാനാക്കും. ആ കാലഘട്ടം അങ്ങനെയാണ്. നബി തങ്ങൾ ഉള്ള കാലഘട്ടത്തിൽ ഉമർ തങ്ങൾ അങ്ങനെ ചെയ്തത് കേട്ടോ, പ്രത്യേകം മനസ്സിലാക്കണേ.
തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം ഉമർ തങ്ങൾ നബിയെ അങ്ങ് സമ്മതം തന്നാൽ ഞാൻ ഇയാളെ ശരിയാക്കുമെന്ന് പറയും. പക്ഷെ തങ്ങൾ വഫാത്തായതിൻ്റെ ശേഷം ഉമർ തങ്ങൾ ഭയങ്കര പാവമായി പോയി, വളരെ പാവമായി, എപ്പോഴും കരയും. തങ്ങളുണ്ടാകുമ്പോൾ ഭയങ്കര ധൈര്യമായിരുന്നു. അപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, നബിയെ ഈ കുട്ടിയെ ഞാൻ അങ്ങ് കൊന്നുകളയാം, എന്നാൽ പിന്നെ ഫിത്ന ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഉമർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഉമർ എന്നവരെ, ഇത് ഒറിജിനൽ മസീഹുദ് ദജ്ജാൽ ആണെങ്കിൽ അത് കൊല്ലേണ്ട ആളുകളല്ല. അതാരാണ്? ഈസാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്, ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മസ്ജിദിന്റെ വെളുത്ത മിനാരത്തിലൂടെ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ആ സമയത്ത് മസ്ജിദ് ദിമഷ്കിൽ സുബഹിന്റെ വാങ്ക് കൊടുക്കുന്ന സമയമായിരിക്കും. ഇമാം മഹ്ദി തങ്ങളോട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നിസ്കരിക്കാൻ. അങ്ങനെ മലായിക്കത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് യഖ്തുറു മിഥ്ലുൽ ജുമാൻ, അവരുടെ മുടിയിൽ നിന്ന് മുത്തുകളെപ്പോലത്തത് ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കുളിച്ചിറങ്ങിയ ആളെപ്പോലെ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും എന്നൊക്കെ വിശുദ്ധ ഹദീസിലുണ്ട്, ആ സമയവും സന്ദർഭമൊക്കെ. അപ്പോൾ ഉമറേ, കുട്ടി മസീഹുദ് ദജ്ജാലാണെങ്കിൽ നിങ്ങളല്ലല്ലോ കൊല്ലേണ്ട ആള്, അത് വേറെ ആളാണ്. ഇനി മസീഹുദ് ദജ്ജാൽ അല്ലാത്തൊരു കുട്ടി നിങ്ങൾ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഫലാ ഖൈറ ഫീ, ഒരു ഖൈറുമില്ലാത്ത ഒരു തെറ്റല്ലേ പിന്നെ നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച പണിയല്ല ഇത് ഏൽപ്പിക്കപ്പെട്ട വേറൊരാളുണ്ട്, അവർ വന്ന് ചെയ്തോളും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു തെറ്റിദ്ധാരണയെ നീക്കിക്കൊടുത്തുകൊണ്ട് ഉമർ തങ്ങളോട് പറഞ്ഞ വാക്കതാണ്, ഉമറേ, ഇത് ചെയ്യേണ്ട ആള് നിങ്ങളല്ല. ഇൻ യകുൻ ഹുവ, ഇവൻ തന്നെയാണ് മസീഹുദ് ദജ്ജാൽ എന്ന് വിചാരിക്കുക, പക്ഷേ നിങ്ങളെയല്ല അള്ളാഹു അതിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അത് മസീഹുദ് ദജ്ജാലിനെ യഖ്തുലുഹു ബിബാബി ലുദ്ദിൻ, ലുദ് എന്ന് പറയുന്നത് തെല്ലവീവിൻ്റെ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. മസീഹുദ് ദജ്ജാൽ അങ്ങനെ ഫ്ലൈറ്റിനും കയറി പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഈസാ നബി അലൈഹിസ്സലാം വരിക എന്നായിരിക്കണം അതിനർത്ഥം. അല്ലാഹു അലം. ബാബു ലുദ്, ലുദ്ദിൻ്റെ കവാടത്തിൽ വെച്ചുകൊണ്ടാണ് അവൻ ഈസാ നബി പിടികൂടുക എന്നാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഹിക്മത്ത് നോക്കണം. അവിടെ തന്നെ കൊണ്ടുപോയി എയർപോർട്ടായി. അപ്പോൾ ഒരു വിശാലമായ സൗകര്യങ്ങളുള്ളൊരു ലോകത്ത് വരാൻ പോകുന്ന ഒരു സംഭവത്തിലേക്കുള്ള സൂചനയാകണം. അല്ലാഹു അലം. ഗസയിലെയും ഫലസ്തീനിലെയും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിൻ്റെ പരിസരങ്ങളിൽ നരകയാതന അനുഭവിക്കുകയാണ്. അല്ലാഹുവേ, 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 നീ അവർക്ക് നിൻ്റെ വളരെ അസീസും മുഅസ്സറുമായ സഹായം അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. സൂറത്ത് തൗബയാണ്, അതുകൊണ്ട് ബിസ്മി ഓതിയിട്ടില്ല. أعوذ بالله السميع العليم من الشيطان الرجيم. സൂറത്ത് തൗബയിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ അള്ളാഹുവിൻ്റെ അദാബുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ബിസ്മി ഓതാൻ പാടില്ല എന്ന് പറയാൻ. അതിൻ്റെ ഹിക്മത്ത് അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചാണ് ബിസ്മി പറയുന്നത്. പക്ഷെ ബറാഅത്തും മിനല്ലാഹി വ റസൂലി, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും കരാറ് ചെയ്ത വിഷയങ്ങളെ ലംഘിച്ച ആളുകളോട് ഇനി ഒരു കടപ്പാടുമില്ലെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങുന്ന സൂറയാണത്. ശരി, കടുപ്പമേറിയ ആശയമാണത്. അത് റബ്ബിൻ്റെ റഹ്മത്തിനോട് യോജിക്കുന്നില്ല. കാരണം സൂറത്ത് തൗബ അഡ്രസ്സ് ചെയ്യുന്ന വലിയൊരു വിഭാഗം മുനാഫിക്കുകളും കപടന്മാരുമായ ആളുകളെയാണ്. അതുകൊണ്ടാണ് അതിൽ ബിസ്മി ഓതാത്തത് എന്ന് നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ സംശയം ഉണ്ടാവും, ഈ ഇത്രയും സൂറ ഉണ്ടാകുമ്പോൾ ഒരു സൂറത്ത് എന്തിനിപ്പോൾ അള്ളാഹു അങ്ങനെ ആക്കിയത് എന്ന്. ആ റഹ്മത്തുമായിട്ട് അതിൻ്റെ കണ്ടന്റിന് കണക്ഷൻ ഇല്ല, ബന്ധമില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. ഏതായിരുന്നാലും قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. قل هل تربصون بنا إلا إحدى الحسنيين ونحن نتربص بكم أن يصيبكم الله بعذاب من عنده أو بأيدينا فتربصوا إنا معكم متربصون. ഖുൽ പറയുക നബിയെ, ജനങ്ങളെ പഠിപ്പിക്കണം നബിയെ, ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം റസൂലേ. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു
നമ്മുടെ റെക്കോർഡുകളിൽ അള്ളാഹു എഴുതി വെച്ചതെന്തോ, അള്ളാഹു രേഖപ്പെടുത്തിയതെന്തോ, അള്ളാഹു നമുക്ക് മേൽ ഖളായിൽ നിശ്ചയിച്ചതെന്തോ അത് മാത്രമേ നമുക്ക് മേൽ സംഭവിക്കുകയുള്ളൂ. ഹുവ മൗലാന, അള്ളാഹു നമ്മളെ ഏറ്റെടുത്തവനാണ്. ആ ഏറ്റെടുത്തവനായ യജമാനൻ എന്തൊക്കെ നമുക്ക് സംഭവിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ഖൈറാണ്. അതുകൊണ്ടാണ് ഹുവ മൗലാന എന്നോട് പറയാൻ കാരണം. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. നമ്മുടെ മക്കളിൽ രോഗികളാകുന്നത്, നമ്മുടെ മാതാപിതാക്കളിൽ നമുക്ക് തന്നെ, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അസുഖങ്ങൾ വരുന്നത്, അപകടങ്ങൾ സംഭവിക്കുന്നത്, ദാരുണമായ മരണങ്ങൾ ഉണ്ടാകുന്നത്, കടക്കണിയിലേക്ക് മനുഷ്യൻ ആണ്ടുപോകുന്നത്. കടത്തിൽ പെടാനല്ല കടം വാങ്ങിക്കുന്നത്, പക്ഷേ പിന്നെ വീട്ടാൻ പറ്റാണ്ടായിപ്പോയി. നഷ്ടം വരാനല്ല കച്ചവടം തുടങ്ങുന്നത്. ചില ബിസിനസ്സുകൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ പിറകിൽ എത്രയെല്ലാം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും അതിലൂടെ വലിയൊരു ഹിക്മത്ത്, വലിയൊരു മൻഫഅത്ത് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുണ്ടാകും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾ വ്യാകുലപ്പെടരുത്, സങ്കടപ്പെടരുത്, ടെൻഷനാവരുത്. നമ്മുടെ മക്കൾക്ക് സുഖമില്ല എന്ന് വിചാരിച്ച് മരണം വരെ ടെൻഷൻ അടിച്ച് അതിന് പരിഹാരമാവോ? ഒരിക്കലും ആവുന്നില്ല. ഈ യതീംഖാനയിൽ പഠിക്കുന്ന, ഇവിടെ പഠിക്കുന്ന അന്തേവാസികളിൽ ഉമ്മയും ഉപ്പയും ഇല്ലാത്ത മക്കളുണ്ട്. ആ മക്കൾക്ക് ഈ ഉമ്മത്തിലെ ഓരോ ഉമ്മയും ഉപ്പയും അവർക്ക് ഉമ്മയാണ്, ഉപ്പയാണ്. നമ്മളൊക്കെ അവരുടെ ഉമ്മമാരും ഉപ്പമാരുമാണ്. ആ മക്കൾ ചിന്തിച്ചു നോക്കുക, ആ മക്കളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവേ, നീ എന്തൊരു പരീക്ഷണമാണ് റബ്ബേ അവിടെ ചെയ്തത്. ഉമ്മയും ഉപ്പയുടെയും തലോടലുകൾ ഏൽക്കാതെ, അവരുടെ സ്നേഹവും ശാസനയും ഏൽക്കാൻ കഴിയാതെ വളർന്നു വരുന്ന ഒരു കുഞ്ഞിന്റെ മനസ്സ് എന്തിന് റബ്ബേ അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അള്ളാഹുവിന് മാത്രം അറിയുന്ന ഹിക്മത്തായിരിക്കും അതിന്റെ ഉത്തരം, നമുക്കറിയില്ല. എന്നാൽ വഹുവൽ അസീസുൽ ഹകീം. അള്ളാഹു ചെയ്യുന്ന ഓരോത്തിലും, ഓരോ കാര്യത്തിലും ഒരു യുക്തിയുണ്ട്. എല്ലാ യുക്തിയും നമുക്ക് മനസ്സിലാവൂല. അങ്ങനെ മനസ്സിലായ പിന്നെ മുസ്ലിം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം സമർപ്പിക്കുക എന്നാ. സമർപ്പിക്കുക എന്ന് പറഞ്ഞ തലക്ക് തിരിയാത്തതിന് വരെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമ്പോഴേ സമർപ്പണാവുള്ളൂ, അല്ലേ? ഒരു ഡോക്ടർ മരുന്ന് എന്നിട്ട് പറയാം ഇത് കുടിച്ചോളി. അല്ല ഡോക്ടർ, ഇത് എന്തിനുള്ള മരുന്ന? ഇത് നിങ്ങളുടെ ബ്ലഡ് പ്രഷറൊക്കെ ഒന്ന് നോർമലാകാനും ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന ക്ഷീണം വരുന്നില്ലേ, അതിനുള്ളതാണ്. അപ്പം നമ്മൾ കുടിക്കും, അല്ലേ? ആ അസുഖം നമുക്കുണ്ട്, ഡോക്ടർ ഗുളിക എഴുതി, ഇത് നിങ്ങൾ ഗുരുവായൂർ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ തൃശ്ശൂർ പോയിട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ കുട്ടനാട് നിന്ന് കിട്ടാൻ സാധ്യതയില്ല, ചിലപ്പോൾ നിങ്ങൾ കോഴിക്കോട് പോകേണ്ടി വരും. അല്ല ഡോക്ടർ, ഇത് എന്തിനുള്ളതാ? അതൊന്നും ചോദിക്കണ്ട, നിങ്ങളിത് കുടിച്ചോളി. നമ്മൾ കുടിക്കുമോ? ഇല്ല. ആ ഡോക്ടർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ഡോക്ടറെ കാണാൻ വേണ്ടി പോകും, അല്ലേ? ഹിക്മത്ത് അറിയാതിരിക്കുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ ഒരു പ്രയാസമാണ്. എന്തിനെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവന് വലഹു അസ്ലിമു, പടച്ചവന് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം, സമർപ്പിക്കണം. എന്ത് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, യജമാനൻ അടിമയോട് പറയാണ്, നീ ഈ സ്റ്റേജ് എടുത്തിട്ട് തലയിൽ പൊക്കിയിട്ട് അങ്ങോട്ട് നടക്കണം, കുട്ടനാട് വരെ നടക്കണം എന്ന് പറഞ്ഞു. പടച്ചവനെ, ഈ സ്റ്റേജ് ഒരു പലക പോലെ എൻ്റെ തലയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എന്തിന് യജമാനെ വേറെ സ്റ്റേജ് അവിടെ കെട്ടി തന്നാ പോരെ എന്ന് അവിടെ ചോദ്യമില്ല. പറഞ്ഞത് ചെയ്യണം, തല കൊണ്ടൊന്ന് പൊക്കാനെങ്കിലും നോക്കണം. പറ്റിയോ ഇല്ലത് വേറെ വിഷയം. പറഞ്ഞതനുസരിക്കണം. അതാണ് ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ് അള്ളാഹും അബ്ദും തമ്മിലുള്ള ബന്ധം. പടച്ചവൻ പറഞ്ഞതനുസരിക്കുക, തിരിഞ്ഞാലും ഇല്ലെങ്കിലും. അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തിരിയുണ്ട്. അല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം നോമ്പൊലിക്കൽ ഇപ്പോൾ ശരിയാണ്, തടിക്കൊക്കെ ഒന്ന് ഈ കൊളസ്ട്രോളും ഈ കല്യാണം തക്കാരത്തിനൊക്കെ പോയി ചോറ് വെച്ചിട്ടേ എന്തായാലും തടിക്കൊന്ന് ശരിയാവാൻ നല്ലതാണ്, നോമ്പായിക്കോട്ടെ. സക്കാത്ത് പിന്നെ പരസ്പരം സഹായം, അത് നിസ്കാരം പിന്നെ ഒരു കോൺസെൻട്രേഷന്, ഇങ്ങനെയൊക്കെ നമുക്ക് പലതും പറയാം. അപ്പൊ ഹജ്ജോ, എന്തിനാ ഹജ്ജ്? ഒന്നും മനസ്സിലാവില്ല. എന്തിനാ മക്കത്തൊക്കെ എന്നെ അല്ല വിളിച്ചത്? ഇവിടെ എവിടെയെങ്കിലും പോയാൽ പോരായിരുന്നു? എന്ത് സഫാ മർവന്റെ ഇടയിൽ എന്തുകൊണ്ട് കഅബയെ ഇടതുവശം ചേർത്ത് വെച്ച് തവാഫ് ചെയ്യണം, 7 തവണ ചുറ്റണം? എന്തിനാ ജംറ എറിയാൻ പറഞ്ഞത്? എന്തിനാ മുടി മുറിക്കണം, അല്ല ഹൽഖ് ചെയ്യണം എന്ന് പറഞ്ഞത്? ഹിക്മത്ത് മനസ്സിലാവൂല, ചരിത്രം മനസ്സിലാവും. ഇന്ന ചരിത്രമായി എന്തേ അള്ളാഹു ഫറലാക്കിയത്? ഇസ്ലാമിന്റെ അവസാനത്തെ 5ാമത്തെ റുക്കനാണിത്. ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇസ്ലാം പൂർത്തിയായി എന്നാ പറയാ. എന്താ സംഭവം എന്നറിയോ? അള്ളാഹു പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എന്ത് അവിടെ ചോദ്യമല്ല, അള്ളാഹ് എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ഇസ്ലാം അങ്ങനെയാണ്.
പടച്ചവനെ ബോധ്യപ്പെടുകയും ഖുർആൻ ബോധ്യപ്പെടുകയും ചെയ്യുന്നവരെ നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ ആലോചിക്കാം. ഖുർആൻ എന്തുകൊണ്ട് ഇങ്ങനെയാണ്? പുണ്യനബി ഞങ്ങളുടെ നുബുവത്തിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ചിന്തിക്കണം, ചരിത്രം പഠിക്കണം, ബുദ്ധി വേണം, ഒക്കെ വേണം. പക്ഷേ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ പറഞ്ഞതനുസരിക്കല. പിന്നെ അവിടെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നില്ല, ചെയ്യാൻ പാടുള്ളതുമല്ല. വിശുദ്ധ ഖുർആനിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, ഖുർആനിലെ കണ്ടന്റുകളെ. പക്ഷേ ഖുർആനിലേക്ക് എത്തിപ്പെടുന്നത് വരേക്കും ചോദ്യങ്ങളാവാം. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സമിഅനാ വഅതഅനാ സമഅൻ വതഅഹ, അള്ളാഹുവേ നീ പറഞ്ഞു, ഞങ്ങൾ അംഗീകരിച്ചു റബ്ബേ, അപ്പോഴേ മുസ്ലിം എന്ന് പറയുള്ളൂ. എല്ലാത്തിന്റെ ഹിക്മത്ത് തിരിയണം എന്നില്ല, അള്ളാഹു തിരിച്ചു തരൂല. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, പറയൂ നബിയെ, പറഞ്ഞു കൊടുക്കണേ, ജനങ്ങളോട് അറിയിച്ചു കൊടുക്കണമേ, അവർ ജീവിക്കാൻ പോകുന്ന ലോകം ദുരിതങ്ങളുള്ള ലോകം തന്നെയാണ്, പ്രയാസങ്ങളുള്ള ലോകമാണ്. മക്കളില്ലാത്തവർക്ക് മക്കളില്ലല്ലോ എന്ന വേദന, മക്കളുള്ളവർക്ക് അവരെ എങ്ങനെയാ കെട്ടിച്ചേക്കാ പഠിച്ചോനെ, ഇവരെങ്ങനെയാ പഠിപ്പിക്കുക? ഒരു ഉമ്മ പറയുന്നത് കേട്ടു, ഒരാളോട്, പെൺകുട്ടി മാത്രമുള്ള ഒരാളോട് ഒരു ഉമ്മ പറയാ, പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ, ഒരു ആൺകുട്ടി നിങ്ങൾക്കില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ, ആൺകുട്ടിയുള്ള എൻ്റെ വേദന എനിക്കേ അറിയുള്ളൂ. +2 ഒക്കെ കഴിഞ്ഞാൽ അവർ നമ്മളോട് തിരിച്ചു പറയുന്ന വാക്ക് കേട്ടാലേ വേണ്ടായിരുന്നു ആൺകുട്ടി എന്ന് തോന്നിപ്പോകുന്നു. ഇല്ലാത്തവർക്ക് ഇല്ല എന്ന വേദനയല്ലേ ഉള്ളവരുടെ വിഷമം. അവർ പുറത്തുപോയി വരുമ്പോഴേക്കും അവരുടെ സ്വഭാവം മാറുന്നുണ്ട്. അവർ നമ്മളോട് മറുത്ത് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോവുകയാണ്, റബ്ബേ എൻ്റെ മക്കളെന്താ ഇങ്ങനെ ആയിപ്പോയത്. എന്നാൽ പെൺകുട്ടികൾ അങ്ങനെ പറയൂലട്ടോ, നല്ല സ്നേഹമുള്ള മക്കളായിരിക്കും പെൺകുട്ടികൾ. ഞാൻ പറയുന്നത്, ഉള്ളവർക്ക് ഉള്ളതിൻ്റെ വിഷമമുണ്ടാവും, ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ടാവും. ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നായിരിക്കും മകളെക്കുറിച്ച് ഒരു ഉപ്പയുടെ ആഗ്രഹം. കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഇനിയൊക്കെ കുട്ടികൾ ഉണ്ടാവൂലേ? എപ്പോഴാണ് ഉണ്ടാവുക? 2 കൊല്ലായില്ലേ ഇവിടെ ചോനെ. അപ്പോൾ കുട്ടികളാവുന്നവരെ, അപ്പോൾ ഗർഭമുണ്ട്, വിശേഷമുണ്ട്, ഭയങ്കര സന്തോഷം. ഇനി ആ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടാവോ? കയ്യും കാലും കണ്ണൊക്കെ ഉണ്ടാവോ? എന്തെങ്കിലും വിഷമമുണ്ടാവോ? ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ആരോഗ്യമുണ്ടോ? കാണാൻ ചൊറുക്കുണ്ടോ? കുട്ടീൻ്റെ ചിരി എങ്ങനെ നടക്കാൻ പറ്റുമോ? പിന്നെ വേദന അതാണ്. എൻ്റെ കുട്ടി സംസാരിക്കുമോ? 1 കൊല്ലം കഴിഞ്ഞ് ഒന്നും മിണ്ടുന്നില്ല കാര്യമായിട്ട്. എൻ്റെ കുട്ടി സംസാരിക്കുമോ? വേദന തുടങ്ങി. എണീറ്റ് നടക്കുന്ന എൻ്റെ കുട്ടി എണീറ്റ് നടക്കുമോ? നടക്കാൻ തുടങ്ങി. ഇനി സ്കൂൾക്ക് മദ്രസയിലേക്ക് നടന്നു പോകുമ്പോൾ അടച്ചോ എൻ്റെ കുട്ടി നടക്കുമ്പോൾ ഇപ്പുറത്തുള്ള ബൈക്ക് വന്ന് തട്ടിപ്പോവോ എൻ്റെ കുട്ടീനെ. ഇങ്ങനെ ജീവിതം മുഴുവനും ടെൻഷനാണ്. ഓരോന്നും നമ്മൾ വ്യാകുലതയോടുകൂടിയാണ് കാണുക. മരിക്കുന്നവരെ, നമ്മൾ മരിക്കണവരെ. മനുഷ്യനെ അള്ളാഹു പടച്ചത് ത്യാഗത്തിലാണ്. എപ്പോഴും ത്യാഗവും സങ്കടവും വിഷമവുമാണ്. അതുകൊണ്ട് ഹബീബേ, ജനങ്ങളോട് പറയണമേ, ഖുൽ ലൻ യുസീബനാ, നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങളുടെ മൗലയായ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ റിലാക്സ്, പിന്നെ സമാധാനിച്ച് ജീവിക്കാം. പിന്നെ വരാൻ പോകുന്ന അള്ളാഹുവിന്റെ ഖദാ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. തവക്കൽതു അലല്ലാഹ്, എൻ്റെ എല്ലാ വിഷയങ്ങളും അല്ലാഹുവേ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു നന്മ എനിക്ക് വരണമെങ്കിൽ, ഒരു ഫസാദോ ഒരു ഫിത്നയോ എന്നിലേക്ക് വരാതിരിക്കണമെങ്കിൽ അല്ലാഹുവേ നിന്റെ കഴിവല്ലാതെ മറ്റൊന്നും അവിടെ ഇടപെടാനില്ല റബ്ബേ എന്ന് പറഞ്ഞൊരാൾ ഇറങ്ങിയാൽ കുഫീത വഉഫീത വഉഖീത എന്ന് മലക്കുകൾ അവനോട് പറയുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആണിനോടും പെണ്ണിനോടും നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പിന്നെ സംഭവിക്കുന്നത്, ടെൻഷൻ അടിക്കരുത്. ഓവറായിട്ട് നമ്മൾ മലയാളികൾ മൊത്തത്തിൽ ടെൻഷൻ കൂടുതൽ. നമ്മൾ ഗൾഫിലൊക്കെ അബുദാബിയിലെ നമ്മൾ നൗഷാദ് ഭായ്, ഉമർ റാജിയും ഇവരൊക്കെ സ്ഥിരം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇടയ്ക്ക് പറയുന്നൊരു വിഷയം, നമ്മുടെ മലയാളികളുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും മലയാളികളാണെന്ന്. ഇപ്പോൾ പല നാട്ടുകാരും അല്ലേ, ഒരു ചിരിയോ ഒരു സന്തോഷവും ഇല്ലാണ്ട് ഇങ്ങനെ ഈ സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് മിണ്ടാണ്ട് തലതാഴ്ത്തി ഇങ്ങനെ പോകുന്ന അത് നമ്മൾ നാട്ടുകാരാന്ന് ഉറപ്പാണ്. നമ്മൾ എന്തോ വരാൻ 20 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടനെ കെട്ടിക്കണ്ടേന്നാ കരപ്പം ആലോചിക്കുന്നുണ്ടാവുക.
ഇങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒരു പുഞ്ചിരിക്കാൻ പോലും ആർക്കും സമയമല്ല. അത് സ്വതക്കയാന്നൊക്കെ ഹദീസ് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പുഞ്ചിരി നിങ്ങൾക്ക് സ്വതക്കയാണ്. ആ സ്വതക്ക നമ്മൾ മലയാളി മുസ്ലിമീങ്ങൾ കിട്ടൽ വളരെ കുറവായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ ചിരിക്കാന്നല്ലാണ്ട് എപ്പോഴും ഒരു മനുഷ്യനോട്, ഒരാളെ കാണുമ്പോഴേ, ഒരു അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് നല്ല മുഖത്തോടുകൂടെയും എൻ്റെ പ്രശ്നമൊക്കെ തീർന്നിട്ടേ ഞാൻ ചിരിക്കുള്ളൂ എന്നിട്ട് തീരുമാനിച്ച പോലെ, ഇത് മരിക്കുമ്പോഴല്ലേ തീരുള്ളൂ. അതിൻ്റെ മുമ്പൊക്കെ ചിരിച്ചു കിട്ടേണ്ട പോലെ സുന്നത്തുകൾ നമുക്ക് നഷ്ടപ്പെടില്ല. എത്രയോ സ്വതക്കകൾ നമ്മൾ ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ, ഞാൻ ഇപ്പം പ്രസംഗിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ പറയാം, നിങ്ങളെ മുഖമൊക്കെ ഇങ്ങനെ മാറുന്നത് എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നേരെ മറിച്ച് ഞാൻ നിങ്ങളോട് സന്തോഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സിൽ എൻ്റെ കുറേ ടെൻഷനുകൾ ഉണ്ടാവാം. അതിപ്പോൾ ഞങ്ങൾ മുമ്പിൽ വെച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വെക്കുക എന്നല്ലാണ്ട് ഞാൻ എൻ്റെ ടെൻഷനൊക്കെ ആലോചിച്ച് പഠിച്ചോനെ എന്തൊക്കെ പ്രയാസങ്ങൾ, അത് ഇത് എന്നൊക്കെ, അത് എൻ്റെ മുഖത്ത് വരുന്നതിലൂടെ നിങ്ങളുടെ മുഖങ്ങളിൽ, നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് എനർജി കയറുകയാണ്. അപ്പം നിങ്ങൾക്കും സങ്കടാവുകയാണ്. രാവിലെ എണീക്കുമ്പോഴേക്കും അൽഹംദുലില്ലാഹ്, എന്തൊരു നല്ല ദിവസമല്ലേ, അള്ളാഹുവിൻ്റെ ദിവസം, യൗമുൻ ജദീദ്, ഇതൊരു പുതിയ ദിവസമാണ്, പുതിയ അമലുകളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ഖൈറായ അമലുകളെ കൊണ്ട് നന്നായിട്ട് മുതലെടുക്കണം, നല്ല ദിവസമാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാരെ കണ്ടുമുട്ടുന്നൊരു നേരവും, നേരെ മറിച്ച് ഒരു കോണമില്ല, ദാ ഇങ്ങനെ ഉണരണേ മരിക്കണ് ജീവിക്കണ് നല്ലാണ്ട് എന്ത് ജീവിതം, എന്ത് രാവിലെ, എന്ത് വൈകുന്നേരം, നയാ പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു മനുഷ്യനും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ചില സദസ്സുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ പറയും, ആ മനുഷ്യൻ അവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ സമാധാനായേനെ, അയാൾ എന്തിനാ അവിടെ വന്നത്? ചില ആളുകൾ അവിടെ കണ്ടില്ലെങ്കിൽ എന്തേ അയാൾ വരാതിരുന്നത്? അയാൾ വരേണ്ടിയിരുന്നു അവിടെ. എന്ത് രസമായിരിക്കുമല്ലേ അവരുടെ സാന്നിധ്യം, അവരുടെ വർത്തമാനം കേൾക്കാൻ, അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ. ചില ആളുകളുടെ വർത്തമാനങ്ങൾ നെഗറ്റീവായി, എപ്പോഴും കുറ്റവും വിഷമവും ഇതെന്നെ പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ആ വിഷമങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് മാറ്റിവെച്ച് ജനങ്ങളോട് സന്തോഷം പറയുന്ന ആളുകൾ. ഈ രണ്ടാമത് പറഞ്ഞതിലാ നമ്മൾ പെടേണ്ടത്. എന്തുകൊണ്ടെന്നറിയോ? ഖുൽ, പറഞ്ഞു കൊടുക്കുക നബിയേ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുന്നതിൻ്റെ എത്രയോ ആണ്ടുകൾ എന്ന് പറഞ്ഞൂടെ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ച ചില ഖദറുകളിൽ എന്തൊക്കെയാണോ റബ്ബ് രേഖപ്പെടുത്തിയത്, ആ ഖലാഉകൾ മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ എന്നല്ലാതെ ആര് വിചാരിച്ചത് കൊണ്ടോ, ആരെന്തെങ്കിലും പ്ലാൻ ചെയ്തതുകൊണ്ടോ, ആരുടെയെങ്കിലും ഗൂഢമായ ചില ചിന്തകളെ കൊണ്ടോ ഒന്നുകൊണ്ടും അല്ലാഹുവേ എന്റെ ശരീരത്തിനോ, എന്റെ ഇസ്സത്തിനോ, എന്റെ കുടുംബത്തിനോ, എന്റെ പ്രവൃത്തികൾക്കോ തടസ്സമാവാൻ ആരെ കൊണ്ടും കഴിയില്ല. എന്നാൽ അല്ലാഹുവേ, നീ എങ്ങാനും ഒരു ഖലാ എനിക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അത് തട്ടി മാറ്റാനും ആരെ കൊണ്ടും കഴിയില്ല. റബ്ബേ ഹുവ മൗലാനാ, ആ അല്ലാഹുവാണ് നമ്മുടെ സംരക്ഷകൻ. ആ റബ്ബ് നമ്മുടെ സംരക്ഷകനാണ്. സംരക്ഷകനായ റബ്ബ് നമുക്ക് വേണ്ടി നൽകുന്ന ഓരോന്നും അതിൻ്റെതായ ഫലമുണ്ടാക്കും.